നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുജയന്തി വിപുലമായി ആഘോഷിച്ചു. രാവിലെ യൂണിയൻ പ്രസിഡന്റ് പീത പതാക ഉയർത്തി. തുടർന്ന് ജയന്തി വിളംബര ഘോഷയാത്ര ശാഖകളിലെത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. വൈകിട്ട് തൃപ്രയാർ കിഴക്കേനടയിൽ നിന്നും ജയന്തി ഘോഷയാത്ര തുടങ്ങി പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. ശ്രീനാരായണ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവന്റെ 170ാം ജന്മദിനം നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. വളരെ സന്തോഷപൂർവ്വം വളരെ വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ച് വരുന്നതുമാണ്. ഈ വർഷം ഇവിടെ സൂചിപ്പിച്ച പോലെ വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങൾ 500ഓളം പേർ അവരുടെ ആ ഒരു ഗ്രാമം തന്നെ ഉരുൾപൊട്ടൽ. യൂണിയൻ പ്രസിഡന്റ് ഹണി കണാറ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത്, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ TG സുഭാഷ്, യോഗം ഡയറക്ടർമാരായ ഷിജി തീയാടി, വിനോദ് KV, കൗൺസിലർമാരായ സുരേഷ് ബാബു വന്നേരി, സുരേഷ് പണിക്കശ്ശേരി, സാജി കൊട്ടിലപ്പാറ, ദിവ്യാനന്ദൻ, ബിജു MK, പ്രദീപ് പാണപറമ്പിൽ, ബിജോയ് KV, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദീപ്തീഷ് കുമാർ, സെക്രട്ടറി ബിനു കളത്തിൽ, വനിതാ സംഘം പ്രസിഡന്റ് അനിത പ്രസന്നൻ, സെക്രട്ടറി സിനി സൈലജൻ, വൈദിക യോഗം ചെയർമാൻ മനോഹർജി, കൺവീനർ അമ്പാടി ശാന്തി, ബൈജു തെക്കിനിയടുത്ത്, വിനയൻ കക്കേരി, പ്രസൂൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ ഗുരുജയന്തി വർണ്ണാഭമായി ആഘോഷിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര മഞ്ഞക്കടലായി മാറി. ആനയും അമ്പാരിയും വിവിധ വാദ്യമേളങ്ങളോടെ തൃപ്രയാറിലൂടെ നാട്ടിക ശ്രീനാരായണ ഗുരുദേവ മണ്ഡപത്തിൽ സമാപിച്ചു. യൂണിയനിലെ 44 ശാഖകളിൽ നിന്നുമായി വാഹനങ്ങളിൽ എത്തിച്ചേർന്ന വനിതകളും യൂത്ത് മൂവ്മെന്റ് ബാലജന യോഗവും സംയുക്തമായി ഘോഷയാത്രയിൽ പങ്കെടുത്തു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണത്ത്, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ, ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, കൗൺസിലർമാരായ KG നാരായണദാസ്, CS ഗണേശൻ, നരേന്ദ്രൻ തയ്യിൽ, തുഷാർ ഇലിക്കൽ, ബിനോയ് പാണപറമ്പിൽ, ദീപൻ മാസ്റ്റർ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശ്രീജ മൗസ്മി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് PV പ്രഭാശങ്കർ, അദ്വൈത് വയനപ്പിള്ളിൽ എന്നിവർ നേതൃത്വം നൽകി.
കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷം നടത്തി. ചൊവ്വാഴ്ച രാവിലെ വിളംബര വാഹനഘോഷയാത്ര ആരംഭിച്ചു. അലങ്കരിച്ച വാഹനം വിവിധ കരകളിൽ നിന്നും SNDP ശാഖകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി. സ്വീകരണത്തിനു ശേഷം ചിദംബര ക്ഷേത്രത്തിൽ മേൽശാന്തി സിജിത്തിന്റെ കാർമ്മികത്വത്തിൽ മഹാഗുരുപൂജ നടന്നു. കാരമുക്ക വടക്ക് ശാഖയുടെ വകയായി അന്നദാനവും ഉണ്ടായിരുന്നു. വിളംബര ജാഥയ്ക്ക് SNGS പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, സെക്രട്ടറി രതീഷ് കൂനത്ത്, ജോഷി എരണേഴത്ത്, വത്സരാജ്, സുധീർലാൽ, ശിവൻ, സെൻ കല്ലാറ്റ്, ദിലീപ് മൂത്തേടത്ത്, സോണി പൊച്ചേക്കാട്ട്, വേണു ചേർത്തേടത്ത്, ക്ഷേത്ര ഉപസമിതി കൺവീനർ സജീവൻ കാരമുക്ക്, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് പാടശേഖര കമ്മിറ്റിയുടെ കീഴിലുള്ള പടവുകളിൽ നേരത്തെ കൃഷി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പൊഴുതുമാട്ടം നടത്തി. പാടശേഖരം പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി TJ സെബിൻ, കമ്മിറ്റി അംഗങ്ങളായ സുധീർ പാടൂർ, AV ശ്രീവത്സൻ, VD ജയപ്രകാശ്, CO ഷാജു, V ശരത് എന്നിവർ പങ്കെടുത്തു. പടവിൽ പമ്പിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പണികൾ തുടക്കമായതായും ഭാരവാഹികൾ അറിയിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാടിനും കോഴിക്കോടിനും വേണ്ടി സംഭരിച്ച അവശ്യ സാധനങ്ങൾ വിലങ്ങാട് മഞ്ഞക്കുന്നിൽ ദുരിതാശ്വാസ ക്യാമ്പുണ്ടായിരുന്ന സെന്റ് അൽഫോൺസ പള്ളിയിലും വയനാട്ടിലെ ദുരിതബാധിതർക്കും കൈമാറി. വികാരി ഫാദർ ടിൻസ് മറ്റാപ്പള്ളി, വിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമ രാജു, പാരിഷ് ട്രസ്റ്റി ജോസ് കല്ലുവേളിക്കുന്നേൽ, വീട്, വാഹനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ഡറിൽ ഡൊമിനിക്, ഹരിപ്രസാദ് എന്നിവർക്ക് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ ചേർന്ന് അവശ്യ സാധനങ്ങൾ കൈമാറി. എൻ്റെ പേര് ഡാരിൽ ഡൊമിനിക് എന്നാണ്. ഞാനിവിടെ വിലങ്ങാട് മഞ്ഞക്കുന്ന് സ്വദേശി. ഇവിടെ എൻ്റെ വീടായിരുന്നു ഇത്. അപ്പം നമ്മൾ 29-ാം തീയതി രാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ഒരു പ്രദേശം ഒന്നാകെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും നശിച്ചുപോയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലൈനിൽ ഏകദേശം 14 വീടുകൾ ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാം, അവിടെയാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. ആ ഉരുൾപൊട്ടലാണ് എല്ലാവർക്കും ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വേറെ വലിയ രീതിയിലുള്ള ആപത്തൊന്നും സംഭവിക്കാണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു മാഷിനെ ഈ ഒരു ഉരുൾപൊട്ടലിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഞാനാണ് ആദ്യം ഇവിടെ ഇറങ്ങി വന്നതും ഇവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു കടയായിരുന്നു, ഒരു 3 ഷട്ടർ കടയുണ്ടായിരുന്നു, അപ്പുറത്തെ 2 ഷട്ടർ കട. അതുപോലെ നമ്മളിവിടെ ഒരു മാതാവിൻ്റെ കപ്പേല ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ആയിരുന്നു. അപ്പം ഈ ഒരു പ്രദേശം ഇതൊരു ചെറിയൊരു കുഞ്ഞു ടൗണായിരുന്നു. ഇവിടുത്തെ വൈകുന്നേരമായാലും ആളുകളൊക്കെ ഒത്തുകൂടുകയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റേഷനിൽ കടകളുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രദേശമാണ് നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിരിക്കുന്നത്. അന്നേ ദിവസം ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമുക്ക് ആ ഒരു സ്പോട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രദേശം ഒന്നാകെ ഒറ്റപ്പെട്ട നമ്മൾ ഈ ഒരു 50-60 മീറ്ററിനിടയിൽ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരുന്നു. രാത്രി 1:10 ആ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അത് നമുക്കൊരു വാർണിംഗ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തിൽ ആളുകൾക്ക് മാറ്റാനും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി. ഈ ബാക്കിൽ കാണുന്ന വണ്ടി ഇത് നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 6 വണ്ടികളാണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടത്. നമുക്ക് അവർ കാണാം. ഒരു കാറ്, വേറെ ഒരു കാറും 2 ബൈക്കും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ മേ ബി ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ വണ്ടികൾ ഉണ്ടാവും. ഇപ്പം പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരിക്കുന്നത് അത് പാറ പൊട്ടിച്ച് അവർ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടികൾ കണ്ടെത്തി കൊടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഗവൺമെൻറ് സൈഡിൽ പ്രത്യേകമായിട്ടുള്ള ഓർഡറുകളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീട്, ഇവിടെ 2000 സ്ക്വയർ ഫീറ്റ് വീടും നമ്മുടെ മുറ്റത്തുള്ള വീട്ടിലുള്ള കംപ്ലീറ്റ് തിങ്സ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായവുമായി നാട്ടികയിൽ നിന്നും ഹരിതകർമ്മ സേനാംഗവും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് ഹരിതകർമ്മ സേനാംഗവും ഹരിതകർമ്മ സേന തൊഴിലാളി യൂണിയൻ CITU നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമായ K നസീമ 20,000 രൂപയുടെ ചെക്ക് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. CITU ജില്ലാ ട്രഷററും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലത ചന്ദ്രൻ, ഹരിതകർമ്മ സേന ജില്ലാ വൈസ് പ്രസിഡന്റും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ V കല എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ശ്രേഷ്ഠം സംഘടിപ്പിച്ചു. SSLC, ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിലും കായിക മേഖലയിലും മികച്ച നേട്ടം കൈവരിച്ചവരെയാണ് ആദരിച്ചത്. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പെരിങ്ങോട്ടുകര ഹൈസ്കൂള് എന്ന് വെച്ചാൽ 134 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂള്. എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഹൈസ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. പോരാത്ത സഹായങ്ങൾ നമ്മുടെ
രക്ഷാധികാരിയായിട്ടുള്ള രഘുനാഥ് പണിക്കർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് വിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാണ് എന്നോട് പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ പറഞ്ഞത്. അപ്പം ചില കാര്യങ്ങൾ PTA അംഗങ്ങളുമായി സംസാരിച്ച് ചിലത് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ സമയം ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം സർക്കാരിൻ്റെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് പ്രഖ്യാപിക്കലല്ല ചെയ്തു കൊടുക്കലാണ് എൻ്റെ ഒരു സമീപനം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞപ്പോഴൊന്നും പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ PTA-യുടെ ട്രോഫി സമർപ്പിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നൽകി. ആവണങ്ങാട്ടിൽ കളരി വക സ്വർണ്ണ മെഡൽ സമർപ്പണം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. TR എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാഷ് അവാർഡ് ചെയർമാൻ TR വിജയകുമാർ നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, മാതൃസംഗമം പ്രസിഡന്റ് ഷീബ ഗോപകുമാർ, സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ, സ്കൂൾ പ്രിൻസിപ്പാൾ നിഷ JB, പ്രധാനാധ്യാപിക ഗീത CR എന്നിവർ സംസാരിച്ചു. ഇന്ത്യ പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ മോർണിംഗ് ഹെൽത്ത് ക്ലബ്ബ് അംഗം ബൈജു ചിറയത്തിന് ക്ലബിന്റെ ആദരവ് നൽകി. കണ്ടശാങ്കടവിൽ നടത്തിയ ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി സിജോ ഡേവീസ്, പ്രസിഡന്റ് ലിബിൻസൺ തോണത്ത്, ക്ലബിലെ മുതിർന്ന അംഗങ്ങളായ വേണുഗോപാൽ, രാമൻ, ശശി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.